ഹലോ ഇന്ന് നമ്മളാണെങ്കിലുണ്ടല്ലോ തമ്മിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ബെൽജിയത്തിൻ്റെ സ്കൂളുകളുടെ ഒരു രീതിയാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ സ്കൂളും ബെൽജിയത്തിലെ സ്കൂളുകളും തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പം ഇവിടെ സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 2.5 വയസ്സിലാണ്. 2.5 വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവർക്ക് അങ്ങനെ പഠിക്കാനൊന്നുമില്ല, ഒരു പ്ലേ സ്കൂൾ പോലെയാണ്. അപ്പം 2.5 വയസ്സിൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് കാരണം തന്നെ ഇവിടെ ഗ്രാൻഡ് പേരൻസ് പൂർണ്ണമായിട്ടും അങ്ങനെ പിള്ളേരെ നോക്കത്തില്ല. പിന്നെ പേരൻസ് ആണെങ്കിലും രണ്ടുപേരും ജോലി ചെയ്യുന്നവരായിരിക്കും. നമ്മുടെ നാട്ടിലെ പോലെ പേരൻസിൻ്റെ കൂടെ ആയിരിക്കില്ല മക്കൾ താമസിക്കുന്നത്. ഒരു 25 വയസ്സൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ ഇവർ മാറി താമസിപ്പിക്കും. ഒന്നെങ്കിൽ മാറി താമസിക്കും അല്ലെങ്കിൽ മാറി താമസിപ്പിക്കും. സ്വന്തമായിട്ട് വീടില്ലാത്തവർ റെൻ്റ് എടുത്തിട്ടാണെങ്കിലും അവർ വേറെ വീടുകളിലേക്ക് മാറും. അത് അവരുടെ ഓരോരുത്തർക്കും അവരുടേതായ കാര്യങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ പോലും അവർ നേരത്തെ മാറ്റിക്കിടത്തും. അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ 2.5 വയസ്സിൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യും. 2.5 വയസ്സ് തൊട്ട് ഒരു 3 വർഷത്തേക്ക് ഒരു പ്ലേ സ്കൂളൊക്കെ പോലെ തന്നെയാണ് ഇവർ പോകുന്നത്. ഒരു 3.5, 4, 5.5 വയസ്സ് വരെ. അപ്പോൾ പ്ലേ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ജസ്റ്റ് ആക്ടിവിറ്റീസ് മാത്രമേ കാണത്തുള്ളൂ. എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് വരയ്ക്കുക, അല്ലെങ്കിൽ പുറത്ത് കളിക്കാൻ പോവുക, എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർക്ക് കൂടുതലായിട്ടും കാണുന്നത്. ഇവർ ഒരു കാര്യത്തിൽ ഇവർ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കത്തില്ല. ആ സമയത്ത് ചെറിയ ചെറിയ ആക്ടിവിറ്റീസും കൊണ്ടായിരിക്കും ഇവർ പടം വരയ്ക്കുക, കളർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. വീട്ടിൽ വരുമ്പോൾ ഇവർക്ക് ഒരു ഹോംവർക്കും കാണത്തില്ല. ചെറിയ ഇങ്ങനെ ആക്ടിവിറ്റീസ് എന്തെങ്കിലോ അല്ലെങ്കിൽ കൂടിപ്പോയി ഒരു കളർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പേപ്പറൊക്കെ ആയിട്ട് വരും. അത് മാത്രമല്ല, ഇതിങ്ങനെ ഇടയ്ക്ക് ഈ പേപ്പർ മൊത്തം നമുക്ക് ഇവർ തന്നു വിടുകയും ചെയ്യും നമുക്ക് കാണാൻ വേണ്ടി. അല്ലെങ്കിൽ ആ ഒരു 3 മാസം കൂടുമ്പോൾ ഒരു അവധി വരുന്നതിന് മുന്നേ, ഒരു ക്രിസ്മസ് അവധിയൊക്കെ വരുന്നതിന് മുന്നേ ഇതെല്ലാം തന്നു വിടും നമുക്ക് കാണാൻ ഇവരെന്താ ചെയ്തതെന്ന്. പിന്നെ കൂടുതലായിട്ട് ഇവിടെ ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യാറുണ്ട് ഇവർ, കുട്ടികൾ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലവർക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കാണും, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് കാണും. അത് ഓരോ സ്കൂൾ ഡിപ്പെൻഡ് ഓൺ സ്കൂളിനനുസരിച്ചാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇവർക്ക് വേണ്ടവർക്ക് ഫുഡ് കൊണ്ടുപോകാം, അല്ലാത്തവർക്ക് സ്കൂളിൽ നിന്ന് കഴിക്കാം. സ്കൂളിൽ നിന്ന് കഴിക്കുമ്പം അതിനൊരു ചെറിയ പേയ്മെൻ്റ് ഉണ്ട്. അവർക്ക് സൂപ്പും അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മെയിൻ ഫുഡൊക്കെ കാണും. അപ്പോൾ അത് ഡിപ്പെൻഡ് ഓൺ ഓരോ ഫാമിലിക്ക് അനുസരിച്ചും പിള്ളേരുടെ ഇഷ്ടം അനുസരിച്ചൊക്കെയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ചിപ്സ് ഒന്നും ഇവർക്ക് അലൗഡ് അല്ല. അതും ഡിപ്പെൻഡ് ഓൺ സ്കൂളാണ്. കുക്കീസ് അലൗഡ് അല്ല, ചിപ്സ് അലൗഡ് അല്ല. ചില സ്കൂളിൽ ഓക്കെയാണ്, പക്ഷേ കൂടുതൽ സ്കൂളുകളിലും ചിപ്സിനെ ഒന്നും അവർ ഒട്ടും സപ്പോർട്ട് ചെയ്യത്തില്ല. എന്തെങ്കിലും ഫ്രൂട്ട്സോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും 10 മണിക്ക് അവർക്കൊരു ബ്രേക്കിന് കഴിക്കാൻ കൊടുക്കുന്നത്. പിന്നെ ഒരു 12 മണി 12:30 ആ ഒരു ടൈമിൽ ഇവർക്ക് സാധാരണ പോലെ തന്നെ ഉച്ചയ്ക്കത്തെ ഫുഡുണ്ട്. അത് കൂടുതലും പിള്ളേർ കൊണ്ടുവരുന്നത് ബ്രെഡോ അല്ലെങ്കിൽ പാസ്ത, ഈ സോസേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ അവിടെ നിന്ന് കഴിക്കുന്ന കുട്ടികളും കാണും. അപ്പം എൻ്റെ മൂത്ത ആളൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള രീതി, അത് നമ്മുടെ ഇഷ്ടമാട്ടോ, എത്ര ദിവസം കഴിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ അസംബ്ലി എന്ന് പറയുന്നത് രാവിലെ ഒരു ചെറിയ ആക്ടിവിറ്റീസ് ആണല്ലോ ഉദ്ദേശിക്കുന്നത്. അത് ഇവർക്ക് ചിലപ്പോൾ എല്ലാ ദിവസവും കാണത്തില്ല. ഇത് ഇവിടെ ജിംനാസ്റ്റിക്കിനാണ് ഇവർ പറയുന്നത്, ജിമ്മെന്ന് തന്നെ ഇവരിവിടെ പറയുന്നത്. അപ്പം രാവിലെ സ്കൂൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇതുണ്ടായിരിക്കും. അത് എല്ലാ ദിവസവും ഉണ്ടാവത്തില്ല. ആഴ്ചയിൽ 2 ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിൽ 1 ദിവസം, ആഴ്ച 3 ദിവസം, അതൊക്കെ ഡിപ്പെൻഡ് ഓൺ സ്കൂളും ക്ലാസ്സൊക്കെ അനുസരിച്ചിരിക്കും. അങ്ങനെ ഉണ്ടായിരിക്കും. ആ സമയത്ത് ബോഡിക്ക് നന്നായിട്ടൊന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടി ഒരു 1 അവർ അതിന് വേറെ ഡ്രസ്സ് കൊണ്ടുപോകണം. അത് കമ്പൽസറി ആണ് ഇവർക്ക്. ജിംനാസ്റ്റിക്കിന് വേറെ ഡ്രസ്സ് വേണം എന്നുള്ളത്. അവരവിടെ ചെന്ന് ഡ്രസ്സ് മാറിയിട്ട് വേണം ജിമ്മിന് പോകാനായിട്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഡ്രസ്സ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഡ്രസ്സ് ഇട്ടിട്ട് വേണം ക്ലാസ്സിലിരിക്കാൻ വേണ്ടി. അങ്ങനെ പിന്നെ ഇവർക്കുള്ള ഒരു ആക്ടിവിറ്റിയാണ് സ്വിമ്മിങ് എന്ന് പറയുന്നതും. അത് ഡിപ്പെൻഡ് ഓൺ ക്ലാസ് അനുസരിച്ചാണ്. എല്ലാവർക്കും ഒരേ ടൈമിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. പുറത്ത് എവിടെയെങ്കിലും അവർ സ്കൂളിൽ നിന്ന് കുറച്ച് മാറി എവിടെയെങ്കിലും ഉള്ള ഒരു സ്വിമ്മിംഗ് പൂൾ ആയിരിക്കും അവിടെ. അതിനും ഒരു ചെറിയ ഫീസ് ഉണ്ട് കേട്ടോ. ചെറിയതായിട്ടേ കാണത്തുള്ളൂ, വർഷത്തിൽ ഇത്ര ഫീസ് എന്നുള്ള രീതിയിൽ. അതും കമ്പൽസറി അല്ല. എങ്കിലും ഇവിടെ കൂടുതലും പിള്ളേരെല്ലാം തന്നെ ഇവർ സ്വിമ്മിങ്ങിന് വിടാറുണ്ട്. അത് സ്വിമ്മിങ് സൂട്ട് ഇട്ട് തന്നെ അവിടെ സ്വിമ്മിങ്ങിന് ഇറങ്ങുകയും വേണം. അതും കമ്പൽസറിയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ആക്ടിവിറ്റീസ് ഇവർക്ക് വരാറുണ്ട്. പിന്നെ വർഷത്തിലൊന്നെങ്കിലും ഇവർ ഒരു ടൂർ പോലെ 7 ഡേയ്സിൽ ഇവർ കൊണ്ടുപോകാറുണ്ട്. അതൊരു 7 ഡേയ്സ് എന്ന് പറയാൻ പറ്റത്തില്ല, 1 വീക്ക് തിങ്കളാഴ്ച പോയിട്ട് വെള്ളിയാഴ്ച വരുന്ന രീതിയിൽ. അത് കൂടുതലും വിൻ്റർ സീസണിലാണ് കാണുന്നത്. ഈ തണുപ്പായതുകൊണ്ട് തന്നെ ഇവർക്ക് ആക്ടിവിറ്റീസ് ഒന്നും കുറവായതുകൊണ്ട് ഇവരെ പുറത്ത് കൊണ്ടുപോയിട്ട്, അത് സ്കൂളിൽ നിന്നും നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഒരു 1 വീക്ക് ഇവരെ മാറ്റി നിർത്തി വേറൊരു സ്ഥലത്ത് കൂടുതലും ഇൻഡോർ ആക്ടിവിറ്റീസ് ആയിരിക്കും അവർക്ക്. ഫുൾ ടൈം അവർ എൻഗേജ്ഡ് ആയിരിക്കും എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ആയിട്ട്. അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് ഇവരെന്താണേലും ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരിക്കും. അങ്ങനെ ഒരു 6 വർഷമാണ് ഇവർക്ക്
നീങ്ങുന്നത്. ഈ ഒരു 6 വർഷം തീരുന്ന അങ്ങനെയാണ്. പിന്നെ ഹൈസ്കൂളിലേക്ക് കയറുവാണ്. നമ്മുടെ നാട്ടിൽ 8ാം ക്ലാസ്സിൽ ഹൈസ്കൂളിൽ കയറുന്ന പോലെ തന്നെ ഇവർ 7ാം ക്ലാസ്സിൽ 7ാമത്തെ വർഷം ഹൈസ്കൂളിലേക്ക് കയറുവാണ്. അത് ഇവിടെ സെക്കൻഡ് ഇയർ എന്ന് പറയും. അവിടെ വീണ്ടും പിന്നെ 1 വീണ്ടും തുടങ്ങണം. ഹൈസ്കൂൾ 1, 2 എന്നുള്ള രീതിയിലാണ്. പിന്നെ ഇവിടുത്തെ ഒരു നമ്പർ, അത് സെക്കൻഡ്, പ്രീമിയർ സെക്കൻഡ് ഇയർ, ദൂസിയം സെക്കൻഡ് ഇയർ, അങ്ങനെ. ഇവിടെ കൂടുതലും ഞാൻ വലോൺ റീജിയനിലെ കാര്യമായിട്ടോ പറയുന്നത്. കാരണം ഞാൻ ഫ്രഞ്ച് റീജിയനിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതാണ് കൂടുതൽ അറിയാവുന്നത്. ഏകദേശമൊക്കെ ഈ സെയിം തന്നെയാണ് ഡച്ച് റീജിയനിലും ഉള്ളത്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരത്തുള്ളൂ. അപ്പം പറഞ്ഞു വന്നത്, നമ്മുടെ ഈ 6 ക്ലാസ് വരെയുള്ള ടൈമിലുള്ള ആ സ്കൂളിൽ നിന്ന് ഡയറക്ടറിൻ്റെ കയ്യിൽ നിന്ന് ഒരു പേപ്പർ സൈൻ ഇട്ട് അവർ തരും. ഒരു ചെറിയ ഫോം ഉണ്ട്, നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്, നമ്മൾ ഏത് സ്കൂളിലേക്കാണ് പോകുന്നതെന്നൊക്കെ ഉള്ളത് ചെറിയൊരു ഡീറ്റെയിൽസ്, നമ്മുടെ കുഞ്ഞിനെ പറ്റിയും ആരാ റെസ്പോൺസിബിൾ, നമ്മളെ പറ്റിയും അഡ്രസ്സും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഈ ഫോമായിട്ട് വേണം നമ്മൾ പുതിയ സ്കൂളിൽ ചെല്ലാൻ. പുതിയ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെയും 2-3 ഫോം ഫില്ല് ചെയ്യാനുണ്ടാവും. ഏത് ഗ്രൂപ്പാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്നുള്ളത്, സയൻസ് ആണോ എക്കണോമി ആണോ, അങ്ങനെ ഒരു ലാംഗ്വേജിൻ്റെ ഗ്രൂപ്പാണോ, അത് പിള്ളേരുടെ ഇഷ്ടം അനുസരിച്ചും ടീച്ചേഴ്സ് ചിലപ്പോൾ നമുക്കൊരു ഐഡിയ തരും ഇവർക്ക് ഏതിനാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളതെന്ന്. അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മളത് സെലക്ട് ചെയ്യണം. ഏതാണ് സെക്കൻഡ് ലാംഗ്വേജ് എടുക്കുന്നത്, ഇംഗ്ലീഷ് ആണോ അതെയോ ഡച്ച് ആണോ ജർമ്മൻ ആണോ, അങ്ങനെയുണ്ട്. നമുക്കതും സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവർക്ക് എന്തെങ്കിലും ഒരു വിഷമം ഫീൽ ചെയ്യുവാണ്, ഇവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലാതെ തന്നെ അവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും കുറവ് ടീച്ചേഴ്സിന് ഫീൽ ചെയ്യുവാണെങ്കിൽ അവരെ ഒരു ഡോക്ടറെ കാണിക്കാനോ സൈക്കാട്രിസ്റ്റിനെ കാണിക്കാനുള്ള ഒരു ഓതറൈസേഷൻ ലെറ്ററും ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് ഓൾറെഡി വാങ്ങിച്ചു വെക്കാറുണ്ട്. അപ്പം ഇതാണ് ഒരു സെക്കൻഡ് ഇയർ, അത് ഹൈസ്കൂൾ എന്ന് പറയുന്നത്. അതും 6 വർഷമാണ്. പിന്നെ 7ാമത്തെ ഒരു വർഷമുണ്ട്, അതൊരിക്കലും കമ്പൽസറി അല്ല. അത് അവർ ജോലി ചെയ്യാൻ പോകുന്ന ഡിപ്പെൻഡ് ചെയ്തുള്ള ആ ഒരു ക്ലാസ്സാണ് ഒരു വർഷം. അതിൻ്റെ ചെറിയ സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, അത് വേണോ വേണ്ടയോ എന്നുള്ളത്. എന്താണേലും അത് കമ്പൽസറി അല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് 6ാം ക്ലാസ് വരെയാണ് കമ്പൽസറി ആയിട്ട് ഇവർ പഠിക്കേണ്ടത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇവർക്കൊരു ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ ആദ്യത്തെ 2 വർഷം കഴിയുമ്പോൾ ഇവർക്ക് ഗ്രൂപ്പ് മാറിയെടുക്കാവുന്നതാണ്. ആദ്യത്തെ 2 വർഷം ജനറൽ ആയിട്ടുള്ള ഒരു പഠിപ്പീരായിരിക്കും ഇവരെ പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും ഏകദേശം ഒരുപോലെ ആയിരിക്കും. 3ാമത്തെ വർഷം തൊട്ടാണ് ഇവരെടുത്ത ഗ്രൂപ്പ് അനുസരിച്ച് ഇവരെ പഠിപ്പിച്ചു തുടങ്ങുന്നത്. പിന്നെ നമ്മൾ പോരുന്ന സമയത്ത് തന്നെ ഇവർ നമുക്കൊരു പേപ്പർ തരും. നമ്മൾ എന്തൊക്കെ തിരിച്ച് ജൂലൈ ആകുമ്പോഴത്തേക്ക് ഇവരുടെ എക്സാം ഒക്കെ കഴിഞ്ഞ്, ഇവർക്കൊരു പബ്ലിക് എക്സാം ആണ് കേട്ടോ ഈ 6 വർഷം കഴിയുമ്പോൾ ഉള്ളത്. നമ്മുടെ 10ാം ക്ലാസ്സിലെ എക്സാം പോലെ തന്നെ. അപ്പോൾ അതിൻ്റെ പേപ്പറൊക്കെ ആയിട്ടും അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട്, പ്രോഗ്രസ് കാർഡൊക്കെ ആയിട്ട് ചെല്ലാൻ പറഞ്ഞൊരു എൻവലപ്പ് ഉണ്ട്. അതിനകത്ത് അതൊക്കെ ഇട്ട് തിരിച്ചു കൊണ്ടുപോയി വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ കൊണ്ടുപോയി കൊടുക്കണം. അപ്പം നമ്മൾ ഈ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി നമ്മൾ അഡ്മിഷൻ എടുത്തിടണം. കാരണം പിന്നീട് ലേറ്റായിട്ട് വരുന്നവർക്ക് പിന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലേക്കായിരിക്കും വരുന്നത്. അതുകൊണ്ട് അഡ്മിഷന് ആ ഒരു ടൈം അത് നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ, നേരത്തെ സ്കൂളിൽ നിന്ന് തന്നെ അവർ പറയും. അപ്പം തന്നെ പോയി ഡേറ്റ് എടുക്കുക, അഡ്മിഷൻ എടുത്തിടുക, വെയിറ്റിംഗ് ലിസ്റ്റിലാവാതെ. അപ്പോൾ അങ്ങനെ എൻ്റെ കുഞ്ഞ് കിടന്ന് നല്ല വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ഇത് എൻ്റെ ഒരു ഐഡിയ, ഞാൻ എൻ്റെ കൊളീഗ്സിനോട് ചോദിച്ച ഒരു കാര്യം, ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തന്നാക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം, ഡിപ്പെൻഡ് ഓൺ സ്കൂള്. നിങ്ങൾക്ക് ഇത് ഉപകാരമായെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.